ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ട്യൂട്ടോറിയലുമായിട്ട് ഞാനല്ല എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫി മലയാളം UAE ടീമിൻ്റെ അഡ്മിനും ഫോട്ടോഗ്രാഫറുമായ ശ്രീ മുനീർ PV ആണ് ഇന്ന് നിങ്ങളോടൊപ്പം ട്യൂട്ടോറിയലായിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മുനീർ PV. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ടോപ്പിക് എന്നു പറഞ്ഞാൽ ഫോക്കസ് സ്റ്റാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ചിട്ട് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് അത് ഫോക്കസ് സ്റ്റാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫോക്കസ് സ്റ്റാക്കിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5-6 ഫോട്ടോസ് എടുത്തിട്ട് സ്റ്റാക്ക് ചെയ്യുന്നതിനാണ്, അതായത് ഫോട്ടോഷോപ്പിൽ സ്റ്റാക്ക് ചെയ്യുന്നതിനാണ് ഫോക്കസ് സ്റ്റാക്കിങ് എന്ന് പറയുന്നത്. പക്ഷേ അത് എന്തിനാണ് ഫോക്കസ് സ്റ്റാക്കിങ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് എടുക്കുമ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെപ്ത് കുറവായിരിക്കും. നമ്മൾ അത്രയും ഡീറ്റെയിൽ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അത്രയും ഡെപ്ത് കുറവായിരിക്കും, അതിൻ്റെ DOF കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് മാറ്റി 2, 3, 4, 5, 6 ഫോക്കസ് മാറ്റിയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോട്ടോസ് കംപ്ലീറ്റ് ഫോട്ടോഷോപ്പിൽ വെച്ച് സ്റ്റാക്ക് ചെയ്യണം. ഇതിനാണ് ഫോക്കസ് സ്റ്റാക്കിങ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു ഫോക്കസ് സ്റ്റാക്കിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഫ്രെയിമിൽ വെച്ചിട്ട്, ഫ്ലവറിന് ഫ്രെയിമിൽ വെച്ചിട്ട് ആവശ്യമുള്ള കമ്പോസിഷൻ ചെയ്യാം. കമ്പോസിഷൻ ചെയ്തിട്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്നൂട്ടറും വെക്കുക. സ്നൂട്ടറിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഏത് ഏരിയയാണ് ലൈറ്റ് വേണ്ടത്, അതായത് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഏരിയ കവർ ആയിക്കോളും. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ബോക്സ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ലൈറ്റ് സോഴ്സ് ആ ഒബ്ജക്റ്റിന് കിട്ടും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഡ്രാമാറ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒബ്ജക്റ്റ്, അതായത് റെഡ് അല്ലെങ്കിൽ യെല്ലോ ബ്ലാക്ക് കോൺട്രാസ്റ്റിൽ ബ്ലാക്കുമായിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ ഒബ്ജക്റ്റ് വളരെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ ഒരു ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. മാനുവൽ മോഡിൽ ഞാൻ ചെയ്തു. അതുപോലെ തന്നെ മാനുവൽ ഫോക്കസ് ആണ്. പിന്നെ ഇവിടെ ഇത് സ്പോട്ട് മീറ്ററിങ് കൊടുത്തു. പിന്നെ അതേപോലെ കളറ് പിക്ചർ സ്റ്റൈൽ ഞാനൊരു ന്യൂട്രലാക്കി. കെൽവിൻ ഇപ്പം നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം നമ്മൾക്ക് 5000 ആണ് വെച്ചിരിക്കുന്നത്. 5000 അല്ലെങ്കിൽ കാരണം യെല്ലോ ലൈറ്റാണ് കൂടുതൽ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 5000 അല്ലെങ്കിൽ അതിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഫിക്സ് ചെയ്തു. പിന്നെ ചെയ്യുന്നത് ഒരു 1/60 ഷട്ടർ സ്പീഡ്, ഇത് 5.6 തൽക്കാലം വെച്ചിട്ടുണ്ട്. നമുക്ക് 2.8 വരെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇപ്പോൾ തൽക്കാലം 5.6 വെച്ച്, പിന്നെ 5.6 ഇത്രയും കാര്യങ്ങൾ ISO 100 വെച്ചു. ഇതാണ് ക്യാമറ സെറ്റിങ്സ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ 5D Mark III, പിന്നെ 100mm ലെൻസ്, പിന്നെ ട്രിഗർ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ഫയർ ചെയ്യാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളത്. നമ്മളപ്പോൾ ഇനി ഫോട്ടോസ് സെക്ഷനിലേക്ക് പോകും. എങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള, അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നൊരു ഫോക്കസ് ജസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഫസ്റ്റ് ഫോക്കസ് ചെയ്തതിന് ശേഷം ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ ലെൻസിങ്ങിന് തിരിച്ച് ഫോക്കസ് മാറ്റി ഒരു 5, 6 അല്ലെങ്കിൽ 8, 10 ഫോട്ടോസ് എടുത്തിട്ട് എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് പോയിട്ട് അത് കംപ്ലീറ്റ് സ്റ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് അത് ആ പിക്ചർ നമ്മൾ എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഷോർട്സിലേക്ക് പോകാം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഒരു ഏരിയ ഫോക്കസ് ചെയ്തു. ഓക്കെ, ഞാനിപ്പം ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വേരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോർഷൻസ് ഫോക്കസ് ചെയ്തിട്ട് അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തു, പ്രസ് ചെയ്തു, ഒരു ഫോട്ടോ ആയി. വീണ്ടും നമ്മൾ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുകളിലോട്ടേക്കോ അല്ലെങ്കിൽ കുറച്ച് ഏരിയയിലേക്ക് പോകും. വീണ്ടും നമ്മളത് പ്രസ് ചെയ്യും. അങ്ങനെ ഒരു 3 കുറച്ചും കൂടി ഏരിയ പോയി. ആ ഒരു ഏരിയ ഷാർപ്പ് ഫോക്കസ് ആയതിനു ശേഷം പ്രസ് ചെയ്തു, പ്രസ്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് നേരെ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഫോട്ടോഷോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ ക്യാമറൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി. ഇനി നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലേക്ക് പോകും. ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ എന്നിട്ട് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാക്കിങ് നടക്കുന്നത് എന്നുള്ളത് പറയുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫോട്ടോസ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരെ അതെങ്ങനെ ഫോക്കസ് സ്റ്റാക്കിങ് ചെയ്യുന്നത്, ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഫോക്കസ് സ്റ്റാക്കിങ് ചെയ്യുന്നത് എന്നറിയാൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് അത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് CC 2014 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഫയൽ മെനുവിൽ പോയിട്ട് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ് മെനുവിൽ പോവുക. അതിൽ അതിൻ്റെ അണ്ടറിൽ ലോഡ് ഫയൽ ഇൻ ടു സ്റ്റാക്ക് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡ് ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഫയൽസ് നമ്മൾ ഇപ്പം കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ആ ഫയൽസ് അത് ഇതിലേക്ക് ചെയ്യാം. ഇതിലേക്ക് കോപ്പി ചെയ്യുക. അത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ അമർത്തുക. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ഫയൽസും 1 by 1 ആയിട്ട് വന്നിട്ടുണ്ടാകും. അതിൻ്റെ താഴൊരു ബട്ടൺ ഉണ്ട്, അറ്റംപ്റ്റ് ടു ഓട്ടോമാറ്റിക്കലി അലൈൻ സോഴ്സ് ഇമേജസ്. അത് എനേബിൾ ചെയ്യുക. ഓക്കെ അമർത്തുക. നമ്മൾ ഇതിനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ്ലി ഞാൻ റോയലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈസ് കൂടുതലാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ JPG ഷൂട്ട് ചെയ്താലും മതിയാവും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റോ ഫയലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഒരു 9 ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും പിന്നെ ഓരോ ഏരിയയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പം ഇതിപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഏരിയ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ഈ ലെയേഴ്സൊക്കെ കംപ്ലീറ്റ് ഷിഫ്റ്റ് അമർത്തിയിട്ട് സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് ലെയേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് കൊടുക്കുക. ഇതിൽ സ്റ്റാക്ക് ഇമേജസ് ഉണ്ട്, പനോരമയുണ്ട്. അതിൽ സ്റ്റാക്ക് ഇമേജസ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ അമർത്തുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പിക്ചേഴ്സും അതായത് ഫോക്കസായ ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് പിന്നെ മാസ്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മാസ്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കംപ്ലീറ്റ് ഏരിയ ഇത് ഫോക്കസ് ആയിട്ടുണ്ടാകും. ഇപ്പം ഓരോ ലെയേഴ്സും ഇപ്പോൾ ഒരു ലെയേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്തിട്ട് ആ ഫോക്കസ് ചെയ്ത ഭാഗം ആണ് നമ്മൾ ഓരോ ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത് മാസ്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കമ്പ്യൂട്ടർ മീൻസ് ഫോട്ടോഷോപ്പിൽ മാസ്ക് ചെയ്തിട്ട് സംഗതികൾ എല്ലാ ഏരിയയിലും ഫോക്കസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള ഭാഗം മാത്രം മതിയെങ്കിൽ അത് ഫോക്കസ് അല്ലാത്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കോമ്പോസിഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ലെയേഴ്സിൽ മെർജ് ലെയർ, അതായത് അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+E ആണ്. അല്ലെങ്കിൽ മാക്കിലാണെങ്കിൽ Command+E അടിച്ചാലും മതിയാവും. ഇത് ഒരു ലെയറായിട്ട് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങളിതിപ്പം നമ്മൾ എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും അതേ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഓരോ ഏരിയയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റാക്കിംഗ് ആണ്, ഒരു പിക്ചേഴ്സാണ് കിട്ടുക. നമ്മളിതപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് പ്ലാസ്റ്റിക് പൂവാണ്. പക്ഷേ ഇപ്പം ഇമേജിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കാം. നമ്മൾ എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ശ്രീ മുനീർ PV നമ്മൾക്കായി അവതരിപ്പിച്ചത് ഫോക്കസ് സ്റ്റാക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എത്താൻ പറ്റും. നിങ്ങൾക്ക് ചർച്ചകളും സംശയങ്ങളും അവിടെ ഷെയർ ചെയ്യാം. അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പേജിൽ എത്താൻ പറ്റും. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ സംശയങ്ങൾ അയക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനുള്ള അടുത്ത ഒരു വീഡിയോ ട്യൂട്ടോറിയലിൽ അതിനുള്ള സംശയ നിവാരണം നടത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ.